മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 151ലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. 151 ആൻസർ റിവീലിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ ബൈബിൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്ന പോർഷൻസ് ഒരിക്കൽ കൂടെ പറയാം. സങ്കീർത്തനങ്ങൾ 123 മുതൽ 126 വരെ, 2 കൊരിന്ത്യർ 2-ാം അധ്യായം ഇതിൽ നിന്നായിരുന്നു ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ആൻസേഴ്സ് റിവീൽ ചെയ്യാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു: സ്വദേശം വിട്ടു പോയവരെ ഏതുപോലെ തിരിച്ചു വരുത്തേണം? ഇതായിരുന്നു ചോദ്യം. ഉത്തരം തെക്കേ നാട്ടിലെ തോടുകളെ പോലെ എന്നുള്ളതാണ് ഉത്തരം കേട്ടോ. സങ്കീർത്തനങ്ങൾ 126 4-ാമത്തെ വാക്യത്തിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: നഗരത്തിന് ചുറ്റും വലം വച്ചത് എന്ത്? നഗരം ഏത്? ഇതായിരുന്നു ചോദ്യം. ഉത്തരം പർവ്വതങ്ങൾ, യെരുശലേം എന്നുള്ളതാണ്. സങ്കീർത്തനങ്ങൾ 125 2-ാമത്തെ വാക്യത്തിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കാത്തത് എന്ത്? ഉത്തരം ദുഷ്ടന്മാരുടെ ചെങ്കോൽ. സങ്കീർത്തനങ്ങൾ 125 3-ാമത്തെ വാക്യത്തിലാണ് നമുക്ക് ഈ ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. നാലാമത്തെ ചോദ്യം ഇതായിരുന്നു: പൗലോസിന് ആരെ കാണാത്തത് കൊണ്ടാണ് ഹൃദയത്തിൽ സ്വസ്ഥത ഇല്ലാതായത്? ഉത്തരം തീത്തോസിനെ. 2 കൊരിന്ത്യർ 2:13 ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: വിജയം, ആഘോഷം എന്നീ പദങ്ങളുടെ അർത്ഥം ചേർന്ന് വരുന്ന ഒറ്റ പദം. ഉത്തരം ജയോത്സവം. 2 കൊരിന്ത്യർ 2:14 നമുക്ക് ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. ഇതിൽ വിജയം എന്നുള്ളത് ജയം, ആഘോഷം എന്നുള്ളത് ഉത്സവം. ഓക്കെ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ. എല്ലാവർക്കും ശരി ഉത്തരം കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പൊ അടുത്ത പോർഷൻസ് പറയുന്നു: സങ്കീർത്തനങ്ങൾ 127 മുതൽ 130 വരെ, 2 കൊരിന്ത്യർ 3-ാം അധ്യായം ഇതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. എല്ലാവരും വായിച്ച് റെഡി ആയിട്ടിരുന്നോളൂ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. Till then, it's me Angel signing off. Bye and take care.